യെസ്, നമ്മുടെ ജൂൺ എക്സാം CMA ഇൻ്റർ എക്സാം കംപ്ലീറ്റ് ചെയ്തു. പേപ്പർ വൈസ് പല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. ആവറേജ് എക്സാം ചില പേപ്പറുകൾ ഉണ്ടായിരുന്നു, ടഫ് പേപ്പറുകൾ ഉണ്ടായിരുന്നു, സിമ്പിൾ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തവണ എക്സാം കഴിയുന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അത് പ്രകാരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. 8 പേപ്പറിൻ്റെയും 8 സബ്ജക്റ്റിൻ്റെയും പേപ്പറുകൾ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആ പേപ്പറുകളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ആയിരുന്നു നമ്മളുടെ പേപ്പർ നമ്പർ 5, ഫസ്റ്റ് പേപ്പർ, സിലബസ് 2022 ഫസ്റ്റ് പേപ്പർ. അതിൽ നമുക്കറിയാം 2 മാർക്കിൻ്റെ 15 MCQ ആണ് ചോദിച്ചത്. ഏകദേശം 30 മാർക്കിനാണ് നമുക്ക് MCQ ഉണ്ടായിരുന്നത്. ഈ MCQs ഒക്കെ തന്നെ നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് MCQs വന്നിട്ടുണ്ടായിരുന്നു, പുതിയ MCQയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 ഫസ്റ്റ് MCQ എന്ന് പറയുന്നത് സിലബസ് 2022 ഒരു ഇൻട്രൊഡക്ഷൻ ടു ലീഗൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്നാണ് ഈ ഒരു MCQ ചോദിച്ചത്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തും അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ ഭാഗത്തുനിന്ന് MCQ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, കോൺട്രാക്റ്റ് ആക്ടിലെ MCQs, അതും നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, ഇതൊക്കെ നോർമലി വരാറുള്ളതാണ്. സെയിൽ ഓഫ് ഗുഡ്സ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, പാർട്ട്ണർഷിപ്പ്, കോൺട്രാക്റ്റ്, ഇത് നോർമലി MCQ ചോദിക്കാറുള്ളതാണ്. അതേ ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്റ്റുകൾ ഉണ്ടായിരുന്നു. ഫാക്ടറീസ് ആക്ട് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കോഡ് ഓൺ വേജസ്. അതേപോലെ പിന്നെ ബാലൻസ് 2 or 3 MCQ വരാൻ സാധ്യത ഉണ്ടായിരുന്നത് ഒന്ന് കമ്പനീസ് ആക്റ്റിൽ നിന്നാണ്. കമ്പനീസ് ആക്ട് നമുക്കറിയാം ഒരുപാട് ചാപ്റ്ററുകൾ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ആ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ MCQ നമ്പർ 8, 9, 10 ഇതെല്ലാം കമ്പനീസ് ആക്ടിൻ്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. ആൻഡ് ഓൾസോ 11th വൺ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഓഡിറ്റ് ഒപ്പീനിയൻ കമ്പനീസ് ആക്ടിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ലിസ്റ്റഡ് കമ്പനി ഡയറക്ടേഴ്സിൻ്റെ ഭാഗം. അപ്പോൾ ഏകദേശം ഒരു 5 or 6 ക്വസ്റ്റ്യൻസോളം നമുക്ക് കമ്പനീസ് ആക്ടിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഈ 9th വൺ ദിസ് ഇസ് റിഗാർഡിങ് എത്തിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു MCQ. ഇപ്പോൾ MCQൻ്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മെയിൻ ആയിട്ടുള്ള ആക്റ്റുകളായ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് പോലുള്ള ആക്റ്റുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ MCQ ചോദിച്ചിട്ടുണ്ട്. കമ്പനീസ് ആക്റ്റിൽ നിന്ന് 4 or 5 MCQs വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ ആക്റ്റുകളിൽ നിന്ന് ഫാക്ടറീസ് ആക്ട്, EPF ആണ് ഇതിൽ ചോദിച്ചിട്ടുണ്ടാവുക. മേ ബി അത് മാറി മാറി വരാം. വേറെ നമുക്ക് കോഡ് ഓൺ വേജസ് അങ്ങനെ പല ആക്റ്റുകൾ ഉള്ളതുകൊണ്ട് അത് മാറി മാറി വരാം. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഒക്കെ ഡയറക്റ്റ് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2A നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 2 തൊട്ട് 8 വരെ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. 7 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് 5 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നർത്ഥം. ഇപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്പർ 2Aയും 2Bയും വായിച്ചാൽ മനസ്സിലാവും കംപ്ലീറ്റ്ലി കോൺട്രാക്ട് ആക്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കണ്ടിജന്റ് കോൺട്രാക്റ്റിൻ്റെ എൻഫോഴ്സ്മെൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ. 2 ബെയിലർ ആൻഡ് ബെയിലി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്, ഏജൻസി, ഇതൊക്കെ നമുക്കറിയാം കോൺട്രാക്ട് ആക്ടില്ല. സോ 7 + 7 14 മാർക്കോളം കോൺട്രാക്ട് ആക്ട് എന്ന് വീണ്ടും വന്നു. ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒരു MCQ പ്ലസ് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അടക്കം 16 മാർക്കിനാണ് ഈ അറ്റംപ്റ്റിന് എക്സാമിന് നമുക്ക് കോൺട്രാക്ട് ആക്ട് ചോദിച്ചത്. 16 മാർക്കിന്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. എക്സാമിൻ ദ ഗ്രൗണ്ട് ഓൺ വിച്ച് ദ കോർട്ട് മേ ഡയറക്റ്റ് എ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതിൽ B പാർട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ ഭാഗത്തുനിന്ന് നെഗോഷിയേഷനും അസൈൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, 2 മാർക്കിൻ്റെ MCQ ഉണ്ടായിരുന്നു. നെഗോഷ്യബിളും സെയിം ആണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, 2 മാർക്കിൻ്റെ MCQ ഉണ്ടായിരുന്നു. 9 മാർക്കിന് പാർട്ട്ണർഷിപ്പ് ആക്ടും 9 മാർക്കിന് നെഗോഷ്യബിളും ചോദിച്ചു.
പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിയാൽ ഫാക്ടറീസ് ആക്ടിൽ 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5 കമ്പനീസ് ആക്ടിലെ, നമ്മളെപ്പോഴും പറയാറുണ്ട് കമ്പനീസ് ആക്ട് പഠിക്കുമ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ ബി പാർട്ട് 5th ക്വസ്റ്റ്യനിൽ ബി പാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ സ്ഥിരമായിട്ട് ഡിറ്റോ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. 7 മാർക്കിനാണ് ചോദിച്ചത്. അതിൽ എ പാർട്ട് സെക്യൂർഡ് ഡിബെഞ്ചറിൻ്റെ ഇഷ്യൂയുമായിട്ട് ഷെയർ ആൻഡ് ഡിബെഞ്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ 7+7 14 മാർക്കിന് ഓൾറെഡി ചോദിച്ചു. ഒരു 5ഓളം MCQ മുകളിൽ ഉണ്ടായിരുന്നു, അതായത് 10 മാർക്കോളം. ഇപ്പോൾ തന്നെ എത്രയായി? 24 മാർക്കോളം നിലവിൽ കമ്പനീസ് ആക്ട് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കി, ഇതും കമ്പനീസ് ആക്ട് ആണ്. എ പാർട്ടും ബി പാർട്ടും കമ്പനീസ് ആക്ട് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഡിറ്റർ റിപ്പോർട്ട് ബൈ ഓഡിറ്റേഴ്സ്, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ ഷെയർ ഹോൾഡിംഗ്. ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ MCQ ആയാലും ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആയാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയേ. 1 ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ, 2 ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, 3 നമ്മളിപ്പോൾ പറഞ്ഞ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററിൽ നിന്നായിട്ട് ചോദിച്ചിട്ടുള്ളത് ഏകദേശം നേരത്തെ 24 മാർക്കായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ ഒരു 7+7 14 വീണ്ടും, അപ്പോൾ 38 മാർക്കോളം കമ്പനീസ് ആക്ട് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, 7th one. ദിസ് ഇസ് റിഗാർഡിംഗ് എത്തിക്സ്. നേച്ചർ ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അവർ ഓൺ ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്ന പോർഷൻസാണ്. അപ്പോൾ 14 മാർക്കിന് എത്തിക്സ് എന്ന് ചോദിച്ചു. ഒരു 2 മാർക്കിൻ്റെ MCQ ഉണ്ടായിരുന്നു. സോ 16 മാർക്കിനാണ് എത്തിക്സിൽ നിന്ന് വന്നത്. പിന്നീട് 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അറിയാത്തതാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 8th one കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതിൽ എ പാർട്ട് നോക്കിയാൽ മനസ്സിലാവും. കോൺട്രാക്റ്റ് ആക്ട് ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്, വാലിഡ് ആണോ അല്ലേ. ഇപ്പോൾ കോൺട്രാക്റ്റ് ആക്ട് നിന്ന് ഓൾറെഡി നമുക്ക് 16 മാർക്കോളം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, പ്ലസ് വീണ്ടും ഒരു 7 മാർക്ക്, 25 മാർക്കോളം കോൺട്രാക്റ്റ് ആക്ട് നിന്ന് ഈ ഒരു അറ്റംപ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. ബി പാർട്ട് നോക്കിയാൽ വീണ്ടും കമ്പനീസ് ആക്ട് ആണ്. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ ഏകദേശം 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതും കമ്പനീസ് ആക്ടിൽ നമ്മൾ പറഞ്ഞ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ സ്മാർട്ട് സ്റ്റഡി പ്രിപ്പയർ ചെയ്ത് ഇഷ്യൂ ചെയ്തപ്പോഴും നിങ്ങളോട് ഈ ഒരു ഏരിയാസ് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എസ്പെഷ്യലി കമ്പനീസ് ആക്ടിൽ ഷെയർ ക്യാപിറ്റൽ, അതേപോലെ ഡയറക്ടേഴ്സിൻ്റെ ഭാഗം അവിടുന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ കേസ് സ്റ്റഡി നമുക്കിതിന് മുമ്പ് എക്സാമിന് വന്ന മോഡൽ കേസ് സ്റ്റഡി തന്നെയാണ്, പുതിയതല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തവർക്കാണെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോ എന്ന് പറയുന്ന പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ജൂൺ 2024 ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ആവറേജ് പേപ്പർ സിമിലർ ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എന്താണോ നമ്മൾ കഴിഞ്ഞ അറ്റംപ്റ്റുകളിൽ സിലബസ് 2016 കണ്ടത്, ഏകദേശം സിമിലർ ആയിട്ടുള്ള പാറ്റേണിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എൻറ്റയർലി പാറ്റേൺ മാറ്റുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. നോർമലി നമ്മൾ ലോയിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ആക്ട്, കമ്പനീസ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, പാർട്ണർഷിപ്പ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, എത്തിക്സ്, ഇതാണ് നോർമലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറയാറുള്ളത്. ഇതിൽ നിന്ന് തന്നെയാണ് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു പേപ്പർ 3 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു 90 മാർക്കൊക്കെ അപ്രോക്സിമേറ്റ്ലി 3 മണിക്കൂർ കൊണ്ട് എഴുതി ഒപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, ഒക്കെ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാൻ പറ്റും. എക്സാമിൻ, എക്സ്പ്ലെയിൻ, ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 90 മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലോ ഈസ് ആൻ ഈസി പേപ്പർ.
വലിയ ബുദ്ധിമുട്ടില്ലാത്ത ടഫില്ലാത്ത നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറായിരുന്നു ഈ അറ്റംപ്റ്റിന് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പർ.